ഹായ് ഓൾ, വെൽക്കം ടു ലേൺ അക്കാഡമി. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഐക്കർ UG കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്കറിയാം, ജൂലൈ 31 11 മണി മുതലായിരുന്നു ഐക്കറിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറെ കുട്ടികൾ നമ്മളോട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ലേൺ അക്കാഡമിയുടെ അണ്ടറിൽ ഏകദേശം 100-ന് മുകളിൽ കുട്ടികൾക്ക് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ എടുക്കുന്നത്. ഇങ്ങനെ ഒരു ഇത്രയും ആൾക്കാർ അഡ്മിഷൻ എടുത്ത് പോകുന്നതും കേരളത്തിലെ ഒരു ഹിസ്റ്ററിയിലായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത്രയും സ്റ്റുഡൻസ് സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കുട്ടികൾ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, കൗൺസിലിംഗ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നത് കഴിഞ്ഞ വർഷത്തെ ഡീറ്റെയിൽസ് ബേസ്ഡ് ആക്കിയിട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ഈ വർഷത്തെ ഇതുമായി അതിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അതുമായി ബന്ധപ്പെട്ട് സെയിം തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ CET UG ബൈ ഐക്കർ നോക്കിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ സീറ്റ് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് റൗണ്ടുകളിൽ വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സീറ്റ് കിട്ടിയവരാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് കാര്യങ്ങളുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് വരാം എന്തായാലും. അപ്പൊ ഇതില് ബേസിക്കലി നമ്മൾ ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഡേറ്റ്സ് ആണ്. നമ്മൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റ്സ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കണം. നമുക്ക് ഇതിന്റെ സീറ്റ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ടായിരുന്നത് 31 ഓഗസ്റ്റ്, ജൂലൈ 2026 ആയിരുന്നു. 31 ജൂലൈ 2026 ഫ്രൈഡേ 11 മണി മുതലായിരുന്നു നമുക്ക് സീറ്റ് അലോക്കേഷന്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം ഒരുപാട് പേര് യൂണിവേഴ്സിറ്റികൾ കോൺടാക്ട് ചെയ്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. ചില കുട്ടികൾ കോൺടാക്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ചില കുട്ടികൾ മെയിൽ വന്നു എന്ന് പറയുന്നുണ്ട്. ചില കുട്ടികൾ മെയിൽ വന്നിട്ടില്ല. ചില കുട്ടികൾ പേയ്മെന്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ചില കുട്ടികൾ അപ്ഗ്രേഡ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പരാതികൾ, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാരിഫൈ ചെയ്യാനുള്ളത് അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറയുന്നതായിരിക്കും, കമ്മിങ് സ്ലൈഡ്സിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഡേറ്റ്സ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു നമ്മളുടെ ഓൺലൈൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ബൈ ദി യൂണിവേഴ്സിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഞായറാഴ്ചയാണ്. 2 ഓഗസ്റ്റ് 2026 സൺഡേ 11:50 PM വരെ, രാത്രി വരെ സമയമുണ്ട് എന്നുള്ളതാണ് അതിന്. അപ്പൊ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക പ്രധാനമായും. പിന്നെ വരുന്നത് എൻഡ് ഓഫ് റീസബ്മിഷൻ ഓഫ് ഡോക്യുമെന്റ്സ് ബൈ കാൻഡിഡേറ്റ്സ് 3/8/2026 മൺഡേ 2 മണി വരെയാണ് സമയമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ് എന്തെങ്കിലും റീസബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി അവർ പറയും. അപ്പോൾ അത് ചെയ്യാനുള്ള സമയം ഇതാണ്, 3 ഓഗസ്റ്റ് മൺഡേ ആണ്, 3 ഓഗസ്റ്റ് ആണ്. പിന്നെ വരുന്ന എൻഡ് ഓഫ് വെരിഫിക്കേഷൻ ഓഫ് റീസബ്മിറ്റഡ് ഡോക്യുമെന്റ്, നിങ്ങളെ തള്ളിപ്പോയ ഡോക്യുമെന്റ് റീസബ്മിറ്റ് ചെയ്തിട്ട് ശേഷം വെരിഫൈ ചെയ്തിട്ട് അപ്രൂവ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 3 ഓഗസ്റ്റ് മൺഡേ 5 മണി വരെയാണ്. ശേഷം നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് ചെയ്യാൻ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് നമുക്ക് 3 ഓഗസ്റ്റ് 2026 മൺഡേ 8 മണി വരെ സമയമുണ്ട് എന്നുള്ളതാണ്. അതിന് രാത്രി 8 മണി വരെ അതിന് നിങ്ങൾക്ക് സമയം ഉണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രധാനമായും ഈ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, ഇമ്പോർട്ടന്റ് ആയിട്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് വരാം. അപ്പോൾ മെയിൻലി ഇപ്പോൾ ഈ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. അപ്പൊ നമ്മൾ അത് ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താ പറയാ, നെക്സ്റ്റ് ഒരു സ്ലൈഡ് ലിങ്ക് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു സാധനം വരും. അപ്പൊ ഇതില് റിമാർക്ക് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. അതുപോലെ തന്നെ പേ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ ഒക്കെ വന്നിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഏത് യൂണിവേഴ്സിറ്റിയാണ് കിട്ടിയത്, അതുപോലെ തന്നെ അലോട്ട്മെന്റ് ലെറ്റർ, ഈ രണ്ട് സാധനങ്ങൾ, ഈ ഇത്ര കാര്യങ്ങളും പിന്നെ അലോട്ട്മെന്റ് ലെറ്റർ മാത്രമായി നിങ്ങൾക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ബേസിക്കലി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയാൻ, നിങ്ങൾക്ക് വന്നിട്ടുള്ള അലോട്ട്മെന്റ് ലെറ്റർ ഉണ്ടല്ലോ, ആ ലെറ്റർ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് വായിക്കണം. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നുള്ളത്, അതുപോലെ തന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അതിന് അപ്ഗ്രഡേഷന് കൊടുക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിലും, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫീസുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു അലോട്ട്മെന്റ് ലെറ്ററിൽ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ ഫിസിക്കലായിട്ട് കൗൺസിലിംഗ് എപ്പോഴാണ് പോകേണ്ട കാര്യങ്ങളൊക്കെ, ആ കാര്യങ്ങളൊക്കെ അതൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഇതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതിന് ആ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക. ശേഷം നിങ്ങൾ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് ബാക്കിലേക്ക് തന്നെ വരാം. അപ്പോൾ ഫസ്റ്റില് മെയിൻലി നമുക്ക് ഇതിൽ ഫീ പേയ്മെന്റ് ചെയ്യാനൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ചെയ്യണം. അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. വെച്ചാൽ ഈ ഡോക്യുമെന്റ് വെരിഫൈഡ് ആയാലേ നമുക്ക് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി എന്നുള്ള കാര്യം അവർ ഫിക്സ് ആക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ എലിജിബിൾ ആവുന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കും, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മാച്ച് ചെയ്ത് നോക്കും. ഇപ്പൊ അത് ചില ആൾക്കാരൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ അപ്ലിക്കേഷൻ സമയത്തൊക്കെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റിന്റെ എന്താ പറയാ അഫിഡവിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിന് പകരം നേറ്റിവിറ്റി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഡോക്യുമെന്റ്സ് ഒക്കെ ചിലപ്പോൾ തള്ളിപ്പോയേക്കാം. അതുപോലെ തന്നെ കണ്ടക്ട് സർട്ടിഫിക്കറ്റിന് പകരം അഫിഡവിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അണ്ടർടേക്കിംഗ് ഫോംസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ മിസ്മാച്ച് ഒക്കെ വന്നെങ്കിൽ അവർ പറയും ഇന്ന ഡോക്യുമെന്റ്സ് ആണ് നിങ്ങളുടെ തെറ്റായിട്ടുള്ളത്, അത് നിങ്ങൾ റീസബ്മിറ്റ് ചെയ്യണം. ഇത് അല്ലെങ്കിൽ OBC NCL, ചിലപ്പോൾ ചില ആൾക്കാർക്ക് കാരണം പറയുന്നുള്ളത് OBC NCL സർട്ടിഫിക്കറ്റിന് പകരം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞാണ് ചില ആൾക്കാരോട്. ചില ആൾക്കാരോട് OBC NCL എന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എന്താ പറയാ, EW സർട്ടിഫിക്കറ്റ് ഒക്കെ
ഡിജിറ്റൽ ആയിട്ടുള്ള സാധനമാണ് വേണ്ടത്, അല്ലാതെ നമ്മൾ സ്കാൻ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത സാധനമല്ല, ഡിജിറ്റൽ ആയിട്ടുള്ള പ്രിന്റ് വേണം എന്നുള്ള സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഏത് ഡോക്യുമെന്റ് ആണോ നിങ്ങളുടെ തള്ളിപ്പോകുന്നത്, റിജക്റ്റ് ആവുന്നത്, അത് നിങ്ങൾക്ക് മെയിൽ ആയിട്ട് വരും. നിങ്ങൾ ആ മെയിൽ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ അതിൽ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ടാവും, റിമാർക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ ഇതിൽ സൈഡിൽ ഇവിടെ ഒരു ഭാഗത്ത് അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്നുള്ള ഈ ഒരു ഭാഗം കാണുന്നുണ്ടോ? ഇത് പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. അതിൽ അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്നുള്ളൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഏതെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലൊക്കെ അവർ മെൻഷൻ ചെയ്യുന്നുണ്ടാവും. ഇല്ല നിങ്ങൾക്ക് മെയിൽ അയക്കും. മോസ്റ്റ് പ്രോബബ്ലി മെയിലാണ് അയക്കാറുള്ളത്. ഏത് ഡോക്യുമെന്റ് കറക്റ്റ് അല്ലാത്ത ആ ഡോക്യുമെന്റ് റീ അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിനൊരു ലിങ്ക് കൂടി അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനമായും. ഈ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് പേയ്മെന്റ് ഓപ്ഷൻ കാര്യങ്ങൾ, ബാക്കി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ എന്തായാലും നിർബന്ധം ഉറപ്പായിട്ട് വരും എന്നുള്ളതാണ്. അതാണ്, ഇത് എല്ലാവർക്കും ഉള്ള കാര്യമാണ്. പിന്നെ അങ്ങനെ ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേയ്മെന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അതിന്റെ സ്റ്റെപ്പ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറയാം. നമുക്ക് അഡ്മിഷൻ ഇത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്തതിനു ശേഷം, ഇപ്പോൾ ഇതിന് ഞായറാഴ്ച വരെ സമയമുണ്ട് കേട്ടോ. ഞായറാഴ്ച വരെ നമുക്ക് ആ ഒരു മെയിൽ നിങ്ങൾക്ക് വരാനുള്ള സമയമുണ്ട്. അപ്പൊ നിങ്ങൾ അതുവരെ നിങ്ങൾക്ക് വേണം വെയിറ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് വന്നിട്ടില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിലിപ്പോ പറയുന്നത് എൻഡ് ഓഫ് ഓൺലൈൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ബൈ യൂണിവേഴ്സിറ്റീസ്. ആ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഞായറാഴ്ച വരെ സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഇന്നും നാളൊക്കെ ആയിട്ട് ഉറപ്പായിട്ടും വരാതിരിക്കില്ല എന്തായാലും. അപ്പൊ നിങ്ങളെ മെയിൽ മെയിനായി ശ്രദ്ധിക്കണം, നിങ്ങളെ മെയിൽ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൾ എന്തെങ്കിലും ചിലപ്പോൾ വരും യൂണിവേഴ്സിറ്റിയിൽ. അത് ഡോക്യുമെന്റ് നിങ്ങൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ വരും, ഈ ഒരു ഡോക്യുമെന്റ് റീ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിർബന്ധമായി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഐക്കറിന്റെ ആപ്ലിക്കേഷൻ ഡാഷ്ബോർഡിലും കൂടി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ അഡ്മിഷൻ ലെറ്റർ വന്നിട്ടുണ്ട്, നമ്മൾ നോക്കി, നമുക്ക് വന്നു. അഡ്മിഷൻ ലെറ്റർ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ബാക്കി അലോട്ട്മെന്റ് ലെറ്റർ ഒക്കെ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം വെച്ചതിന് ശേഷം നമ്മളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ പേ ഓൺലൈൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ഈ പേ ഓൺലൈൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അപ്ഗ്രഡേഷൻ ഓപ്ഷൻ കൊടുത്തിട്ട് പേയ്മെന്റ് ചെയ്യാം. ചില ആൾക്കാർക്ക് പേയ്മെന്റ് ഓപ്ഷൻ ചെയ്തിട്ട് അപ്ഗ്രഡേഷൻ കൊടുക്കാം. ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. ഈ യൂണിവേഴ്സിറ്റീസിന്റെ ചില ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ചില യൂണിവേഴ്സിറ്റികൾ പേയ്മെന്റ് ചെയ്ത മുന്നേ തന്നെ അപ്ഗ്രേഡേഷന് കൊടുത്തിട്ട് പേയ്മെന്റ് ചെയ്തിട്ട് ഇതാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ചില യൂണിവേഴ്സിറ്റികൾ പേയ്മെന്റ് ചെയ്തതിനു ശേഷം അപ്ഗ്രേഡേഷന് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ റിമാർക്ക് എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ റിമാർക്ക് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻ വരും. സെലക്ട് റിമാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡ്മിറ്റ് വരും, അല്ലെങ്കിൽ അപ്ഗ്രേഡേഷൻ റിക്വസ്റ്റ് എന്ന് വരും. അപ്പൊ അഡ്മിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓക്കെ ആണ്, നിങ്ങൾക്ക് അവിടെ ഫിക്സഡ് ആണ്, നിങ്ങൾക്ക് വേറെ യൂണിവേഴ്സിറ്റി വേണ്ട, നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിൽ സാറ്റിസ്ഫൈഡ് ആണ്, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അഡ്മിറ്റ് കൊടുക്കാം. നിങ്ങൾക്ക് ഓക്കെ അല്ല, നിങ്ങൾക്ക് ഇതിന്റെ നിങ്ങളെ മുകളിലുള്ള ഓപ്ഷൻസിലേക്ക് കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡേഷൻ റിക്വസ്റ്റ് കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളത് ആലോചിച്ച് തീരുമാനിക്കാം. നിങ്ങൾക്ക് അഡ്മിറ്റ് ആണോ അപ്ഗ്രേഡേഷൻ റിക്വസ്റ്റ് ആണോ കൊടുക്കേണ്ട കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് അത് ഉറപ്പിച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് കാര്യങ്ങൾ ചെയ്യാം. അത് ഞാൻ പറഞ്ഞ രണ്ട് ചാൻസ് ഉണ്ട്, രണ്ട് പ്രോബിലിറ്റീസ് ഉണ്ട്. ഒന്ന് വെച്ചാൽ ചില യൂണിവേഴ്സിറ്റികൾ പേയ്മെന്റ് ചെയ്തതിനു ശേഷം അപ്ഗ്രേഡേഷൻ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. ചില യൂണിവേഴ്സിറ്റികൾ ആദ്യം അപ്ഗ്രേഡേഷൻ കൊടുത്ത ഓപ്ഷൻ അലോ ചെയ്തതിനു ശേഷം പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ രണ്ട് തരത്തിലുണ്ടാവും. അപ്പൊ നിങ്ങൾ അതേതാണെന്നുള്ള ചില യൂണിവേഴ്സിറ്റികൾക്ക് അനുസരിച്ച് വ്യത്യാസം വരും. അപ്പൊ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ അഡ്മിറ്റ് ആണെന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് കൊടുക്കാം, അപ്ഗ്രേഡേഷൻ ആണെങ്കിൽ അപ്ഗ്രേഡേഷൻ കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിലൊക്കെ നിങ്ങൾ വരുന്ന മിസ്റ്റേക്സ് വരുത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഇതിന്റെ അഡ്മിഷൻ ഫീസ് ചില ആൾക്കാർക്ക് 10,000 ആയിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി എല്ലാവർക്കും 10,000 രൂപയാണ്, 10,000 രൂപയാണ് അഡ്മിഷൻ ഫീസ് ആയിട്ട് വരുന്നത്. ചില ആൾക്കാർക്ക് ആ, വലിയ ഇപ്പോൾ ചില ഫീസ് അധികമുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ കുറച്ചധികം ഫീസ് വരുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു പേയ്മെന്റ് എത്രയാണോ പറയുന്ന ആ ഒരു പേയ്മെന്റ് ആണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഇനിയിപ്പോ നിങ്ങൾ ചില ആൾക്കാരുടെ ഡൗട്ട് ഉണ്ട്, നിങ്ങൾ നെക്സ്റ്റ് അപ്ഗ്രേഡേഷൻ കൊടുത്തതിന് ശേഷം ഒരു അടുത്ത യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് പിന്നെയും പേയ്മെന്റ് ചെയ്യണം എന്നുള്ള കാര്യം ഡൗട്ട് ഉണ്ട്. നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ട. ആ കിട്ടിയ യൂണിവേഴ്സിറ്റിയിലും 10,000 രൂപയാണ് അഡ്മിഷൻ ഫീസ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ അടിച്ച ഫീസ് നേരെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരും. നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഫീസ് അടക്കേണ്ട. പക്ഷെ നിങ്ങൾ ഇനി അപ്ഗ്രേഡേഷൻ കൊടുക്കുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ ഉള്ള 10,000 രൂപേനേക്കാളും 5,000 രൂപ അധികം ഫീസ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 15,000 രൂപയാണ് ഫീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് 5,000 രൂപ അടക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ 10,000 മുമ്പത്തെ കിട്ടിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആകും. കൂടാതെ 5,000 രൂപ അടക്കേണ്ടി വരും. 15,000 ആണ് ഫീസ് എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ 10,000 ആണ് ഫീസ് എന്നുണ്ടെങ്കിൽ പിന്നെ അടക്കേണ്ടി വരില്ല. നേരത്തെയുള്ള യൂണിവേഴ്സിറ്റീസിന്റെ ഫീസ് നേരെ ഇങ്ങോട്ടേക്ക് വരും. പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള ഒരു ഡൗട്ടാണ്, നമ്മൾ അപ്ഗ്രഡേഷന് കൊടുത്തിട്ട് നമുക്ക് കിട്ടിയില്ല ഇവിടെ. അപ്പൊ നമുക്ക് മുമ്പ് കിട്ടിയ യൂണിവേഴ്സിറ്റി എന്താവും, ഉണ്ടാവോ അല്ല അത് പോവോ?
അപ്പോൾ നിങ്ങൾക്ക് അപ്ഗ്രേഡിന് കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുമ്പുള്ള യൂണിവേഴ്സിറ്റി തന്നെ ആയിരിക്കും കിട്ടുന്നത്, അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ നെക്സ്റ്റ് റൗണ്ടിൽ അപ്ഗ്രേഡേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് 4 പ്രാവശ്യം 4 റൗണ്ട് വരെ അപ്ഗ്രേഡേഷൻ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്, അപ്ഗ്രേഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും എന്നുള്ളതാണ്, അപ്ഗ്രേഡേഷൻ കൊടുക്കാനുള്ള അവസരം ഉണ്ട് എന്നുള്ളതാണ് കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ മുകളിലുള്ള ഹയർ ഓപ്ഷൻസിലുള്ള സാധനങ്ങൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ അപ്ഗ്രേഡേഷൻ നിങ്ങൾക്ക് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അവിടെ ഫീ പേയ്മെന്റ് ചെയ്ത് നിങ്ങൾ ഇനി അഡ്മിഷൻ എടുക്കുന്നില്ലെങ്കിലും ഇല്ലെങ്കിലും വാട്ട് എവർ നിങ്ങൾക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക്, സെക്കൻഡ് റൗണ്ടിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീ പേയ്മെന്റ് ചെയ്യണം. ഫീ പേയ്മെന്റ് ചെയ്താലേ, ഫീ പേയ്മെന്റ് ചെയ്തിട്ട് ബാക്കി ഇത് ആക്കിയാലേ നിങ്ങൾക്ക് എന്താ പറയാ സെക്കൻഡ് റൗണ്ടിലേക്കുള്ള നിങ്ങൾ പരിഗണിക്കപ്പെടുള്ളൂ. ആ കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കിട്ടിയ സ്ഥലം എന്തായാലും അവിടെ താൽക്കാലികമായിട്ടാണെങ്കിലും അഡ്മിഷൻ എടുക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറയുന്ന ക്രൈറ്റീരിയ. അപ്പൊ നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ എങ്ങനെയാണ് അപ്ഗ്രേഡിംഗ് സിസ്റ്റം. ഈ അപ്ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ മെയിൻ പ്രധാനമായി ഒരുപാട് ആൾക്കാർ ഡൗട്ട് ഉണ്ട്. എന്താ വെച്ചാൽ കുറെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു എന്റെ ചോയ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ ഉദാഹരണം ഒരു കുട്ടി, ഞാൻ ഇപ്പൊ കൊടുത്തത് എന്റെ ആ, ഇത് എന്റേതാണെന്ന് വിചാരിക്കുക, എന്റെ പ്രയോറിറ്റി ലിസ്റ്റ് ആണ്, എന്റെ പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ ഈ ഞാൻ വെച്ചിട്ടുണ്ടായ തേർഡ് ഓപ്ഷൻ ആണ് പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. അപ്പൊ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. പക്ഷെ എനിക്ക് വേണ്ട യൂണിവേഴ്സിറ്റി തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഞാൻ അത് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോർത്തിലേക്ക് വെച്ചതാണ്. അപ്പൊ എനിക്ക് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വേണം, ഫോർത്ത് ഓപ്ഷൻ വേണം. അപ്പൊ ഞാൻ അപ്ഗ്രേഡിന് കൊടുത്തു. പക്ഷെ ഞാൻ കിട്ടുമെന്ന് വിചാരിച്ചാൽ കൊടുത്തത്, പക്ഷെ എനിക്ക് കിട്ടിയില്ല. കാരണം തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, IR ജാർഖണ്ഡ് ഇതുപോലുള്ള യൂണിവേഴ്സിറ്റികൾ നമ്മളുടെ പ്രയോറിറ്റി ഇപ്പൊ പഞ്ചാബാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഇതിന് മുകളിലേക്കുള്ള ഇതിലേക്ക് അപ്ഗ്രേഡ് ആയി പോവുള്ളൂ. നമ്മൾ താഴേക്കുള്ള ഓപ്ഷനിലേക്ക് അപ്ഗ്രേഡേഷൻ ഒന്നും ഉണ്ടാവില്ല. അത് അപ്ഗ്രേഡേഷൻ ആയിട്ട് കണക്കാക്കില്ല താഴേക്ക് വരാണെന്നുണ്ടെങ്കിൽ. അപ്ഗ്രേഡേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ മുകളിലേക്കുള്ള ചോയ്സസ് ഓപ്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്ഗ്രേഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ കാര്യമാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. മുകളിലുള്ള ഓപ്ഷൻസിലുള്ള സ്ഥലങ്ങളെ നമുക്ക് അപ്ഗ്രേഡ് കൊടുക്കുമ്പോൾ കിട്ടുള്ളൂ, താഴേക്കുള്ള ഓപ്ഷൻസ് ഒന്നും കിട്ടൂല. അതൊക്കെ എലിമിനേറ്റ് ആയിട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓക്കെ ആണെങ്കിൽ അഡ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ സീറ്റ് ഫിക്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡേഷന് കൊടുക്കാം, നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രൊവിഷണലി അഡ്മിറ്റ്, ഇങ്ങനെ അഡ്മിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊവിഷണലി അഡ്മിറ്റ്, ഇപ്പൊ അപ്ഗ്രേഡേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊവിഷണലി അഡ്മിറ്റഡ് ബൈ യൂണിവേഴ്സിറ്റി വിത്ത് അപ്ഗ്രേഡേഷൻ റിക്വസ്റ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു സാധനം വരുമായിരിക്കും. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. ഈ അലോട്ട്മെന്റ് ലെറ്റർ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ നോക്കുക. നിങ്ങൾ കൊടുത്ത സമയത്ത് ഒന്നും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ് ഇന്ന് ശനിയാഴ്ചയാണ്, ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ച, ഇങ്ങനെ കുറെ സമയമൊന്നും ഇല്ല. പെട്ടെന്ന് ആ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനിയിപ്പോൾ ഏതെങ്കിലും തള്ളിപ്പോവാണെന്നുണ്ടെങ്കിലൊക്കെ യൂണിവേഴ്സിറ്റികളുടെ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക പറ്റാവുന്ന വിധം. അത്രയും നമുക്ക് നമ്മളുടെ ആവശ്യമാണല്ലോ. അപ്പൊ നമുക്ക് എത്ര പെട്ടെന്ന് ഇന്ന് തന്നെ ആ മിസ്മാച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഉള്ള ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടി, സ്പീഡാക്കാൻ വേണ്ടി നോക്കുക. ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടി നിൽക്കുക. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് ഐക്കറിന്റെ അഗ്രികൾച്ചർ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ. അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എന്താ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളുടെ ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് തന്നെ. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ സെലക്ടഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്കും മെസ്സേജ് അയക്കാം. നമ്മളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അഡ്മിൻസിന് മെസ്സേജ് അയച്ചാൽ നമ്മൾ അതിന്റെ ലിങ്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും, സെലക്ടഡ് ഗ്രൂപ്പ്സ് ആയിട്ടുള്ളതൊക്കെ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് വെയിറ്റ് ചെയ്യുക, എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പൊ കുറെ ആൾക്കാർ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു എങ്ങനെയാണ് അപ്ഗ്രേഡേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പ്രഡിക്റ്റബിൾ അല്ല. പല രീതിയിൽ പല റാങ്കിലുള്ള ആൾക്കാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഒന്നും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സീനാണ്. ചില 3000 ആൾക്കാരുള്ളവരുണ്ട്, 6000 റാങ്കുള്ളവരൊക്കെ ഉണ്ട്. അത് പല രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എത്ര ചോയ്സ് ആണ് കൊടുക്കാൻ വേണ്ടി, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ചോയ്സുകൾ കൊടുത്താൽ നന്നായിരിക്കും. ഒരു 50 യൂണിവേഴ്സിറ്റി ഒരു കോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 50 യൂണിവേഴ്സിറ്റി നിങ്ങൾ ഓപ്ഷൻസിൽ വെക്കുക. 4 റൗണ്ട് വരെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അപ്ഗ്രേഡേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.